ഇടതുപക്ഷ സർക്കാരിന് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് IAS അസോസിയേഷൻ. IAS അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ B. അശോക് IAS എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ നടത്തിവരുന്ന പ്രചാരവേലകൾ കൊണ്ട്, PR വർക്കുകൾ കൊണ്ട് ഈ അഭിപ്രായം മാറ്റാൻ പറ്റില്ലെന്നും, പാവപ്പെട്ടവന് നികുതി പണമെടുത്ത് കോടികൾ ധൂർത്തടിക്കുന്ന ഈ പ്രചാരവേല, PR വർക്കുകൾ കൊണ്ട് തിക്തമായ എതിർ പ്രചാരണമാണ് ഉണ്ടാകുന്നതെന്നും ഒരു കാരണവശാലും സർക്കാരിന് തിരിച്ചു വരാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ B. അശോക് പറഞ്ഞിരിക്കുന്നത്. അതേ അശോക് തന്നെ 5 വർഷം മുമ്പ് PR വർക്കിലൂടെ നടത്തി വരുന്ന പ്രചരണത്തിലൂടെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുകയും അവർ പ്രവചിച്ച അതേ സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. അസോസിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് IAS അസോസിയേഷൻ. ആ അസോസിയേഷന് എല്ലാ വകുപ്പുകളിലും കൂടെ കിട്ടുന്ന അനുഭവങ്ങളും വാർത്തകളും അതുപോലെ തന്നെയുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് അസോസിയേഷനും തീരുമാനങ്ങൾ പുറത്തുവിടുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് ഈ സർക്കാർ B. അശോകിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെടുന്നില്ല? കാരണം അങ്ങനെ പരാതിപ്പെട്ടാൽ ഇത് കൂടുതൽ തിക്തമായ അനുഭവമായിരിക്കും ഉണ്ടാകുന്നതെന്നും കേരളം മുഴുവൻ IAS അസോസിയേഷൻ്റെ ഈ നിലപാട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. B. അശോക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വിധിയേക്കാളും ഗൗരവമേറിയ റിസൾട്ടായിരിക്കും ഇടതുപക്ഷത്തിനുണ്ടാകാൻ പോകുന്നതെന്നും, ഇക്കുറി UDF അധികാരത്തിൽ വരുമെന്നും, UDFന് 90 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിക്ക് പോകാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോയാൽ അതിന് വിരുദ്ധമായ അഭിപ്രായമായിരിക്കും, അതിന് ശക്തമായ ഒരു മാർഗമായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്.